ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് മീനും ഒരു പ്ലാന്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ അത് വാങ്ങിച്ചതൊക്കെ പോയി കണ്ടിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നടക്കാം. ഇതോടെ എൻ്റെ അച്ഛനും ഉണ്ട് ഗൈസ്. ഇതാ അവനുണ്ടാ. ബൈ ബൈ, പോയിട്ട് വരാം. ഏറ്റാ നമ്മളിപ്പോൾ ആവശ്യം സാധനങ്ങൾ എടുക്കുന്നത് ട്രിവാൻഡ്രത്ത് പനേറക്കുന്നുള്ള അക്വാകേറിയെന്നാണ്. ഇത് അത്യാവശ്യം പ്ലാന്റഡ് ടാങ്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഇത് ഇവരുടെ പ്ലാന്റഡ് ടാങ്കിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടാങ്കാണ്. ഇതുപോലെ ഇവിടെ കുറെ ടാങ്കുകളുണ്ട്. ഞാൻ തിരക്ക് കാരണം ഇപ്രാവശ്യത്തിൽ അത് ആഡ് ചെയ്തിട്ടില്ല. അടുത്ത് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിലെല്ലാം ആഡ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇവിടെ രണ്ട് മറൈൻ അക്വേറിയം ഉണ്ട് ഗൈസ്. ഇത് അതിനകത്തുള്ള ഒരു സിയനിമോണാണ്. ഇതിന്റെ മലയാളം കടൽപ്പൂവെന്നെന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഗൈസ്. പിന്നെ ഇത് വേറൊരു സിയനിമോണും ഒരു ക്ലൗൺ ഫിഷും ആണ്. ഇവർ ഒരുമിച്ച് ചേർന്നാണ് ജീവിക്കുന്നത്. ഇതൊക്കെ അറിയായിരിക്കും. ഇത് അസാസിൻ സ്നെയിലാണ് ഗൈസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റ് സ്നെയിലുകളെ കഴിക്കും. സോ നമുക്ക് സ്നെയിൽസിന്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. നമ്മൾ സിസ്റ്റത്തിൽ ഇത് യൂസ് ചെയ്യാനില്ല. നമ്മൾ യൂസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ മുട്ട കഴിക്കുന്ന മീനുകളെയാണ് പകരം ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം എടുക്കാൻ തീരുമാനിച്ചത് ഇത് ജപ്പോണിക്ക, ഈ ചെടി, പിന്നെ ഇതിനകത്ത് ചെറി ഷ്രിമ്പ്, പിന്നെ അമാനോ ഷ്രിമ്പ്, ഓട്ടോസിംഗ്ലസ് കാറ്റ് ഫിഷ്. നമുക്ക് ഇവരെയൊക്കെ തുറന്നു വിടാം ഗൈസ്. ഓരോരുത്തരായിട്ട് വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെറിയ ഷ്രിമ്പ്, ബ്ലൂ ചെറിയ ഷ്രിമ്പ്. അമാന ഷ്രിമ്പ് ഒരാൾ ഇവിടെ താഴെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആളിവിടെ ഇരുന്ന് ആൽഗയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ? ഇവര് അത്യാവശ്യം വലിപ്പം വയ്ക്കും കേട്ടോ. ഭയങ്കര വലിപ്പമൊന്നും അല്ല, പക്ഷെ ചെറിയ ഷ്രിമ്പിനെക്കാളും സൈസ് വയ്ക്കുന്ന ടീമാണ്. അപ്പം നമ്മൾ അതിനുശേഷം 3 സയാമീസ് ആൽഗെ ഇട്ടിരുന്നേയും നമുക്ക് 3 അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 4 വേണ്ടിയിട്ടാണ് പോയത്. അത് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അമാനോ ഷ്രിമ്പ് 1 കൂടെ എക്സ്ട്രാ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വേറെ കുറച്ച് കാര്യങ്ങൾ. നമ്മളെ ഒരു സബ്സ്ക്രൈബർ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു. നമുക്കിപ്പം നിലവിൽ നമുക്ക് ഒരു 8 hours ആണ് നമ്മൾ ലൈറ്റ് ഇട്ടേക്കുന്നത്. അതിപ്പം കുറയ്ക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നത് 6 hours ആയിരുന്നു. ഇതിപ്പം ലൈറ്റ് കുറച്ചുകൂടെ നേരത്തെ ലൈറ്റിനേക്കാൾ ഇന്റൻസിറ്റി കുറവാണ്. പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ ഓവർ പോപ്പുലേറ്റ് ആവുന്നുണ്ട്, ഏതൊക്കെ ആൽഗി വരുന്നുണ്ടെന്നൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഓർഗാനിസംസിനെ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ലൈറ്റിന്റെ ഇത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഗെ ഗ്രോത്ത് കുറയും. അപ്പം ഈ ആൽഗയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ജീവികൾ സ്റ്റാർവ് ചെയ്യും. അപ്പം നമ്മൾ അവർക്ക് പിന്നെയും പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 2 ആഴ്ച കൂടെ നമ്മൾ ഇപ്പൊ ഇവർക്ക് കഴിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ആൽഗെ വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ വീതം ലൈറ്റിങ് കട്ട് ചെയ്ത് നമുക്ക് ഏതാണോ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു ഫോമിലോട്ട് എത്തുന്നത്, ആ ഒരു ടൈമിംഗ് ആയിരിക്കും പിന്നീട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ലൈറ്റിന്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് 1500 രൂപയാണ് ഈ ലൈറ്റ്. ഇത് പക്ഷെ ഒരു മോഡറേറ്റ് ലൈറ്റിംഗ് ആണ്. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് അല്ല. മോഡറേറ്റ് എടുക്കാൻ കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് കംപ്ലീറ്റ് ലോ ടു മോഡറേറ്റ് ലൈറ്റിംഗിൽ സർവൈവ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഇതാണ് നമ്മുടെ അക്വേറിയത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആൽഗി നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും കുറെ കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓർഗാനിസം എന്തിനൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതാണ് അമാനോ ഷ്രിമ്പ്. ഇവനാണ് ഇതിനകത്തുള്ള ബ്ലാക്ക് ബിയർഡ് ആൽഗെ, അതുപോലെ തന്നെ ഈ ഹെയർ ആൽഗെ, ഇത് രണ്ടും കഴിക്കുന്നത്. അതേ സെയിം ആൽഗെ സ്പീഷീസ് കഴിക്കുന്നവരാണ് സയാമിസ് ആൽഗേറ്റേഴ്സ്. അപ്പം ഇതാണ് സയാമിസ് ആൽഗേറ്റേഴ്സ്. പിന്നെ ഇത് ഓട്ടോസിംഗ്ലസ് എന്ന് പറയുന്ന ഒരു കാറ്റ് ഫിഷ് ആണ്. സക്കർ മൗത്തഡ് കാറ്റ് ഫിഷ് ആണ്. ഇത് വളരെ ചെറുതാണ്. ഇത് ഒരു 4 സെന്റിമീറ്റർ വരെയൊക്കെ ഇത് വളരത്തുള്ളൂ. അപ്പം ഇയാളാണ് നമ്മളെ ഇതിനകത്തുള്ള ബ്രൗൺ ആൽഗെ, അതുപോലത്തെ സോഫ്റ്റ് ഗ്രീൻ ആൽഗെ ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബണ്ടിൽ കണക്കിന് ഹെയർ ആൽഗെ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഹെയർ ആൽഗെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹെയർ ആൽഗെ കഴിക്കുന്ന ഓർഗാനിസംസിനെ ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ഷ്രിമ്പുണ്ട്. അയാള് ലിട്രറ്റസും ബാക്കി സാധനങ്ങളും അതിന് സോഫ്റ്റ് ആൽഗകളുമാണ് കഴിക്കുന്നത്. ഹെയർ ആൽഗെ ഒന്നും വലുതായിട്ട് കഴിക്കത്തില്ല. പിന്നെ ഇതിലൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അമാനോ ഷ്രിമ്പ് നൊക്ടാണലാണ്. ഇവര് രാത്രിയിലാണ് ആക്റ്റീവ് ആവുന്നത്. ഇതിപ്പോ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. രാത്രി ഇവരെ പുറത്ത് കാണാൻ പറ്റും. നമ്മൾ ഇന്ന് ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അത് ബാക്കിൽ ഇത് നെഫർ ജപ്പോണിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഇലയൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആണ്. പിന്നെ ഇത്
ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആണ്, ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളും വയ്ക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വാൽസ്നേറിയുടെ തൈകൾ കുറെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കളക്ട് ചെയ്യണം. ഗൈസ്, ഇത് രാത്രി 10:45 ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം എനിക്ക് വാലിസ്നേറിയയുടെ തൈ കളക്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിന്റെ ബാക്കിലായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വളരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെ പ്ലാന്റ്സിന്റെയൊക്കെ കഴുകിയ ഇലകൾ സാധാരണ കട്ട് ചെയ്ത് മാറ്റാറില്ല, പക്ഷെ നമ്മൾ അത് ഇപ്രാവശ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആൽഗ ഗ്രോത്ത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കുറച്ച് ഭംഗിക്ക്. ഗൈസ്, ഇപ്പൊ നമ്മൾ ഇതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുണ്ടായിരുന്ന ആൽഗെ കുറെ ഇങ്ങനെ ബണ്ടിലായിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ കുറച്ച് ഷെല്ലുകളും മാറ്റിയായിരുന്നു ഇതിലൊന്ന്. ലീവ്സ് കുറച്ച് പ്രൂൺ ചെയ്ത്, അത് കുറച്ച് പഴയ ലീവ്സും ഒരുപാട് ആൽഗ ഗ്രോത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൽഗ ഗ്രോത്ത് ഉള്ളത് ഇനിയും 1-2 ഇലകളുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റാം. ഇതിൽ പറയാനുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഒയിഡോഗോണിയോ ആണ്. ഇത് ഒയിഡോഗോണിയോ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൽഗയാണ് ഈ ഡ്രിഫ്റ്റ്വുഡിൽ പിടിച്ചിരിക്കുന്നത്. ഇത് ഹെയർ ആൽഗ അല്ല, വേറെ ടൈപ്പ് ഓഫ് ആൽഗയാണ്. ഇത് എനിക്കെന്തോ ഈ സാധനത്തിനെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഇത് പുല്ലിട്ട പോലെ, നമ്മള് പുറത്തൊക്കെ പുല്ലിടുന്നില്ലേ, അതുപോലെ ഉണ്ട് കാണാനായിട്ട്. ഓട്ടോ സിംഗ്ലസ് ഫിഷിന്റെ ഡയറ്റിൽ വരുന്ന ഒരു സാധനം കൂടിയാണ് ഒയിഡോഗോണി. അപ്പം ആശാൻ തിന്ന് തീർക്കുമായിരിക്കും, നോക്കാം നമുക്ക്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഡ്രിഫ്റ്റ്വുഡ് ആണ്. നിങ്ങൾ നേരത്തെ ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് വല്ലാതെ സോഫ്റ്റ് ആണ് സാധനം. കാരണം ഈ 5 വർഷം ഇതിനകത്ത് കിടന്ന് ഒരുമാതിരിപ്പെട്ട ഭാഗമൊക്കെ നശിച്ചു പോയിട്ട് ഉള്ളതാണ്. അപ്പൊ ഇതൊരു പേരയുടെ വേരാണ്. നമുക്ക് ഇതിന്റെ ഈ സോഫ്റ്റ് പാർട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഷോർട്ട് വീഡിയോ അതിൻ്റെത് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ഡിസ്ക്ലൈമർ, ഇടയ്ക്ക് ഒരു പശു കരയുന്ന സൗണ്ട് കേൾക്കും, ആരും പേടിക്കണ്ട, അടുത്ത വീട്ടിലാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക. ചക്കയെന്നോ മാങ്ങയെന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, ബൈ.